നമസ്കാരം, ഞാൻ ഡോക്ടർ മെജോ മാത്യു. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിച്ച് നിർത്തുവാൻ സഹായിക്കുന്നത് ഇൻസുലിൻ എന്ന ഹോർമോണാണ്. ഇൻസുലിൻ ഉൽപ്പാദനത്തിൽ തടസ്സം വന്നുചേരുന്നതിൻ്റെ ഫലമായി ശരീരത്തിൽ കാണപ്പെടുന്ന ഒരു കൂട്ടം ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറാണ് പ്രമേഹം എന്ന് വിളിക്കുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി നിന്നാൽ പല ആന്തരിക അവയവങ്ങളെയും അത് ദോഷകരമായി ബാധിക്കും. പ്രമേഹ രോഗികൾക്ക് വായുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ചും മോണരോഗങ്ങൾ. പ്രമേഹ രോഗികൾ ഉമിനീരിൻ്റെ കുറവ് ഉണ്ടാകുന്നതിനാൽ ദന്തക്ഷയം, വായ്പുണ്ണ്, വായിലെ വരൾച്ച എന്നിവയെല്ലാം വളരെ സാധാരണമായി കാണപ്പെടാറുണ്ട്. നമുക്ക് പ്രമേഹത്തിൻ്റെ പ്രധാനമായ അനന്തരഫലങ്ങളെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്, ഹൃദയരക്തധമനികൾക്ക് തകരാറുണ്ടാകുന്നു. നേത്രപടലത്തിൽ മൈക്രോവാസ്കുലാർ ചേഞ്ചുകൾ സംഭവിക്കുന്നു. വൃക്കയിലെ സൂക്ഷ്മനാഡികൾക്ക് വ്യത്യാസമുണ്ടാകുന്നു. നാഡികൾക്ക് നാശം സംഭവിക്കുന്നത് മൂലം പലതരത്തിലുള്ള പ്രതികരണങ്ങളും കേടുപാടുകളും പല അവയവങ്ങൾക്കും സംഭവിക്കാം. രക്തത്തിലെ ഉയർന്ന ഗ്ലൂക്കോസ് ലെവൽ ഫൈബ്രോബ്ലാസ്റ്റ് അഥവാ കൊളാജനും ഫൈബറുകളും നിർമ്മിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂവിലെ ഒരു കോശമാണ് ഈ ഫൈബ്രോബ്ലാസ്റ്റ്. ഈ ഫൈബ്രോബ്ലാസ്റ്റിൻ്റെ പ്രവർത്തനത്തിലെ തകരാറിനും വായിലെ ബാക്ടീരിയയുടെ വർധനവിനും കാരണമാകുന്നു. ഇതുമൂലം മോണപ്പഴുപ്പുണ്ടാകുന്നു. ഇനി പ്രമേഹം മൂലമുണ്ടാകുന്ന വായിലെ പ്രധാന പ്രശ്നങ്ങളെപ്പറ്റിയും രോഗങ്ങളെപ്പറ്റിയും കൂടി ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ പ്രശ്നമാണ് മോണരോഗം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടി നിന്നാൽ പ്രോട്ടീനിൻ്റെയും കൊഴുപ്പിൻ്റെയും ഉപാപചയ പ്രവർത്തനത്തിന് തടസ്സം നേരിടുന്നു. ഒരുപാട് കാലങ്ങളായി രക്തത്തിൽ ഉയർന്ന ഗ്ലൂക്കോസ് ലെവൽ ഉള്ളവരിൽ പുതിയ കൊളാജൻ കോശങ്ങളെ നിർമ്മിക്കുന്ന ഫൈബ്രോബ്ലാസ്റ്റുകളുടെ ക്ഷമത കുറയുന്നു. ഒപ്പം പഴയ കൊളാജൻ വേഗത്തിൽ നശിച്ചു പോകുന്നു. ഇത് രണ്ടും കൂടി ആകുമ്പോൾ പല്ലുകളെ താങ്ങി നിർത്തുന്ന പെരിഡോൺഷ്യം നശിച്ചു പോകുന്നു. മാത്രമല്ല, വായിലെ ബാക്ടീരിയകളുടെ ഉയർന്ന സാന്നിധ്യവും കാണാം. ഇവയെല്ലാം ചേർന്ന് മോണരോഗം വർദ്ധിപ്പിക്കുന്നു. പിന്നീട് പല്ലുകൾ മോണയിൽ നിന്ന് വേർപെട്ട് ഇളകാനും തുടങ്ങും. രണ്ടാമത്തെ പ്രശ്നം, മുറിവുണങ്ങാൻ ഉണ്ടാകുന്ന താമസം. പ്രമേഹമുള്ളവർക്ക് മുറിവുണ്ടായാൽ ഉണങ്ങാൻ താമസം നേരിടാറുണ്ട്. കോശജാല പുനരുജ്ജീവനം അഥവാ ടിഷ്യൂ റീജനറേഷൻ, എല്ലിൻ്റെ വളർച്ച എന്നിവ പ്രമേഹ രോഗികളിൽ സാവധാനമേ നടക്കൂ. കൊളാജൻ്റെ കുറവും ബാക്ടീരിയകളുടെ സാന്നിധ്യവും സെക്കൻഡറി ഇൻഫെക്ഷന് കാരണമാകുന്നു. കൂടാതെ വായിൽ അൾസറുകൾ, ചെറിയ തടിപ്പുകൾ, വിണ്ടുകീറിയ നാക്ക് എന്നിവ നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു പ്രശ്നമാണ് ഉമിനീർ ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നത്. വായിലെ പ്രകൃതിദത്തമായ സൂക്ഷ്മാണുനാശിനിയും ലൂബ്രിക്കൻറ്റുമാണ് ഉമിനീർ. പ്രമേഹ രോഗികളിൽ ഉമിനീരിൻ്റെ പ്രവർത്തനക്ഷമത കുറയുകയും അതിൻ്റെ രാസസംയോഗത്തിൽ മാറ്റം വരികയും ചെയ്യും. അതുമൂലം ഉമിനീരിൻ്റെ അളവിൽ കുറവുണ്ടാകുന്നതിനാൽ വായിൽ വരൾച്ചയും ഉയർന്ന തോതിൽ ദാഹവും അനുഭവപ്പെടുന്നു. ദാഹം കൂടുന്നതിനനുസരിച്ച് വെള്ളം കൂടുതൽ കുടിക്കുന്നതിനാൽ മൂത്രമൊഴിക്കലും കൂടുന്നു. ഗുരുതരമായ അവസ്ഥയിൽ ഉമിനീർ ഉൽപ്പാദനം നിന്നുപോകുന്നു. ഉമിനീർ ഗ്രന്ഥി നീര് വെച്ച് വീർക്കുകയും ചെയ്യുന്നു. നാലാമതായി കാണുന്നൊരു പ്രശ്നമാണ് രുചി നഷ്ടപ്പെടുന്നത്. പ്രമേഹം നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ കാലക്രമേണ രുചി അറിയാനുള്ള ശേഷി നഷ്ടപ്പെടുന്നതായി കാണാം. ഉമിനീർ ഉൽപ്പാദനം കുറയുന്നതിനനുസരിച്ചാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അഞ്ചാമത്തെ ഒരു ഇഷ്യൂ ആണ് ബാക്ടീരിയകളുടെ വർധനവ്. ശരീരത്തിലെ ഉയർന്ന ഗ്ലൂക്കോസ് ലെവൽ ബാക്ടീരിയകൾ പെട്ടെന്ന് വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നു. പ്രമേഹം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കാത്ത രോഗികളിൽ രോഗപ്രതിരോധ ശേഷി കുറയുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അങ്ങനെയുള്ള രോഗികളിൽ ദന്തദ്രവത്വവും മോണപഴുപ്പും വായിൽ അൾസറുകളും ഉണ്ടാകുന്നതായി കാണുന്നു. ആറാമത്തെ ഒരു ഇഷ്യൂ ആണ് പൂപ്പൽ രോഗം. നാക്കിൽ പൂപ്പൽ, ശരീരഭാഗങ്ങളിൽ ഇടയ്ക്ക് വരുന്ന പൂപ്പൽ ബാധകൾ എന്നിവ പ്രമേഹം നിയന്ത്രിക്കാത്തവരിൽ കാണപ്പെടുന്നു. വായിലെ പൂപ്പൽ മുഖ്യമായും കാണപ്പെടുന്നത് പ്രകൃതിദത്തമായ സൂക്ഷ്മാണുനാശിനിയായ ഉമിനീർ കുറഞ്ഞു പോകുന്നതിനാലാണ്. ഏഴാമത്തെ ഒരു ഇഷ്യൂ ആണ് വായിൽ പുകച്ചിലുണ്ടാവുക എന്നത്. പ്രമേഹം നിയന്ത്രിച്ച് നിർത്താത്തവരിൽ കാണുന്ന ഒരു രോഗാവസ്ഥയാണ് വായ്ക്കകത്തെ പുകച്ചിൽ. മറ്റു പല രോഗങ്ങളും ഇതോടനുബന്ധമായി ഉണ്ടാകാറുണ്ട്. ഉമിനീർ കുറയുന്നതിനാലാണ് പല രോഗങ്ങളും പ്രത്യക്ഷപ്പെടുന്നത്.
ലൈക്കൻ പ്ലാനസ്, റിക്കറൻ്റ് ആഫ്റ്റർ സ്റ്റൊമാറ്റൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളും കാണപ്പെടുന്നു. പിന്നെ അവസാനമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഇതുമൂലം വരുന്ന വായ്നാറ്റം. പ്രമേഹ രോഗികളിൽ ഇത് വളരെ സാധാരണമാണ്. ഉമിനീരിൻ്റെ ഉൽപ്പാദനക്കുറവ്, ബാക്ടീരിയ അണുബാധ, പൂപ്പൽ ബാധ എന്നിവയെല്ലാം വായുനാറ്റം ഉണ്ടാക്കുന്നു. കടുത്ത പ്രമേഹ രോഗികളിൽ വായിൽ നിന്ന് അസഹ്യമായ അസിറ്റോൺ ഗന്ധവും അനുഭവപ്പെടാറുണ്ട്. പ്രമേഹം മൂലം രോഗികൾക്ക് വായിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ ഗൗരവത്തോടെയാണ് കാണേണ്ടത്. മോണ പല്ലിൽ നിന്ന് വേർപെട്ട് രൂപപ്പെടുന്ന വിടവുകളിൽ വളരുന്ന സൂക്ഷ്മാണുക്കൾ മോണയിലെ രക്തക്കൊഴലിലൂടെ ശരീരത്തിലെ പ്രധാന ആന്തരിക അവയവങ്ങളിലേക്കും എത്തിച്ചേരും. ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, സ്ട്രോക്ക്, ശ്വാസകോശ രോഗങ്ങൾ, ഗർഭസംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയുണ്ടാക്കും. അതുപോലെ തന്നെ മോണരോഗങ്ങൾ പ്രമേഹ നിയന്ത്രണത്തെ പ്രതികൂലമായി ബാധിക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുവാൻ ഇടവരുത്തും. വായിലെ രോഗങ്ങൾ പരിഹരിച്ച് നിർത്തിയില്ലെങ്കിൽ പ്രമേഹം നിയന്ത്രിക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് പ്രമേഹ രോഗികൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ശ്രദ്ധ വായുടെ ആരോഗ്യത്തിന് നൽകേണ്ടതാണ്. നിങ്ങൾക്ക് മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വരുന്നത് വരെ ബൈ, താങ്ക് യു.